എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. വിശ്വസ്തനായി കാത്തിരിക്കുന്നവരേക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലിനെ യഹോവയെ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവന്റെ ഇസ്രായേലിനെ അവന്റെ അതിക്രമങ്ങളിൽ നോക്കി. Romans chapter 8, verses 31 to 39. What then shall we say in response to these things? If God is for us, who can be against us? He who did not spare his own son, but gave him up for us all, how will he not also, along with him, graciously give us all things? Who will bring any charge against those whom God has chosen? It is God who justifies. Who then is the one who condemns? No one. Jesus Christ who died. More than that, he was raised to life, is at the right hand of God, and is also interceding for us. Who shall separate us from the love of Christ? Shall trouble, or hardship, or persecution, or famine, or nakedness, or danger, or sword? As it is written, for your sake we face death all day long. We are considered as sheep to be slaughtered. No, in all these things we are more than conquerors through him who loved us. For I am convinced that neither death, nor life, neither angels, nor demons, neither the present, nor the future, nor any powers, neither height or depth, nor anything else in all creation will be able to separate us from the love of God that is in Christ Jesus. തിരുമുൻപാകെ രഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്ക് നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ദൈവമേ, നിന്റെ ദിവസങ്ങളിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മശിഹ തമ്പുരാന്
ഈ മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു. രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവനെ കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. ഭരണകളുടെ പിതാവും സകലാശ്വാസത്തിന്റെ ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെയും പരമവൈദ്യനായ ഇതിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവെ, ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടന്മാരുടെയും പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളെ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവരും നിന്റെ വഴികൾ എത്രയും സത്യമുള്ളവയുമാകുന്നു എന്ന് ഇരുവിഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസായേറ്റവളും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവളുമായ ഈ മാതാവ് ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ മാതാവിന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായ ഈ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഈ മാതാവിന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിക്കുന്നു വിശ്വാസിച്ചിരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ മാതാവിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ പ്രവൃത്തത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുലതയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. വീഴാത്ത ദുഃഖത്തിൽ വീഴാതിരിക്കാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുടെ വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശിക്കാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകലാനുഗ്രഹം കൊണ്ടും ഇവരെ സന്തുഷ്ടനാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. പാട്ടുപാടി പ്രാർത്ഥിക്കുകയും കുടുംബജീവിതത്തിന്റെ ഭദ്രത ഉറപ്പിക്കുകയും ചെയ്ത ഇടമായിരുന്നല്ലോ. താൻ ജീവിച്ചു വളർന്ന ഈ ഭവനം ഇന്ന് വിട്ടുപോവുകയാണ്. കർത്താവേ, നീ
വേഗം വന്നിടണേ ഞങ്ങൾ ഈ ക്ഷോണിയിൽ മഹാ ദുഃഖം എന്നാലും മൂലം സന്തോഷകാന്തി കൊണ്ടാനന്ദിക്കും ആനന്ദമുണ്ടെനിക്കാനന്ദമുണ്ടെനിക്കേശു മഹാരാജ സന്നിധിയിൽ. ദൈവമേ നിന്നിലായ ഭാഗ്യമേ എന്നുള്ളത്തെ സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്തനാൾ കാത്തു പ്രാർത്ഥിക്കാറക്കിതാൻ ആത്തു ഘോഷിക്കാറക്കിതാൻ യേശു എൻ പാപം തീർത്തനാൾ ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്തനാൾ വൻക്രിയായ നടന്നു കർത്തനെന്റെ ജ്ഞാനവന്റെ വിളിച്ചു ഞാൻ പിൻചെന്നു സ്വീകരിച്ചു തൻ ശബ്ദത്തെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്തനാൾ കാത്തു പ്രാർത്ഥിക്കാറക്കിതാൻ ആത്തു ഘോഷിക്കാറക്കിതാൻ ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്തനാൾ സ്വസ്ഥമില്ല മനമേ കർത്തനിൽ നീ ആശ്വസിക്ക ഉപേക്ഷിയാതെയാവരെ തന്നന്മകൾ സ്വീകരിക്ക. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്തനാൾ കാത്തു പ്രാർത്ഥിക്കാറക്കിതാൻ ആത്തു ഘോഷിക്കാറക്കിതാൻ
ഭവനത്തിൽ പോയി മടങ്ങി വന്നപ്പോൾ ഞാൻ ഇരിക്കുകയായിരുന്നു. തീർച്ചയായും തൻ്റെ ഭർത്താവുമായുള്ള വിവാഹ ജീവിതത്തിൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറെ നാളുകൾ പിതാവിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച് ഭവനത്തിലേക്ക് വരുന്നത് കാത്ത് പ്രിയപ്പെട്ട മാതാവ് ഭവനത്തിൽ കാത്തിരുന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സത്യത്തിൽ ഈ പ്രിയപ്പെട്ട മാതാവിനെ കാത്ത് ഇപ്പോൾ ആ പിതാവ് ഇതിനുണ്ടാവും എന്ന് ഞാനിങ്ങനെ മനസ്സിൽ കാണുകയാണ്. തീർച്ചയായും ക്രിസ്ത്യൻ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന വലിയ പ്രത്യാശയും ലഭ്യമാണല്ലോ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും കർത്താവിനോട് കൂടെ ജീവിക്കാനുള്ള വലിയ ഭാഗ്യകരമാകുന്ന പദവിയെ നമുക്ക് നൽകിയിട്ടുണ്ട്. ലോകത്തിൽ ഒത്തിരി അമ്മമാരുണ്ട്, ഒത്തിരി മക്കൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരെയും ഭാഗ്യവതികൾക്ക് എന്ന് ലോകം വാഴ്ത്താറില്ല, അങ്ങനെ പറയാറില്ല. ഞാൻ പറയും, ഈ പ്രിയപ്പെട്ട മാതാവ് ഒരു ഭാഗ്യവതിയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ നാളുകളിൽ പ്രിയപ്പെട്ട ശാരീരോഗത്തിൻ്റെ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളുമൊക്കെ അല്പം അടുത്തു നിന്ന് കാണാനായി സാധിച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഗവൺമെൻറ് വരുന്ന അച്ഛന്മാർക്കൊക്കെ അവരുടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ട ശാരീരോഗത്തെയാണ് അടുത്ത് ചെന്ന് സന്ദർശിക്കാൻ പതിവ്. ഞാൻ കഴിഞ്ഞ 3 വർഷവും എൻ്റെ കുഞ്ഞുങ്ങളുമായുള്ള ബന്ധത്തിലൊക്കെ ഡോക്ടറിൻ്റെ അടുക്കൽ ചികിത്സയ്ക്കായി പോയിട്ടുണ്ട്. ഞാൻ പുറത്ത് കാത്തു നിൽക്കുന്ന സമയത്തൊക്കെ അവിടെ പ്രിയപ്പെട്ട ഡോക്ടറിലൂടെ ചെയ്തു തരുന്ന വലിയ ശുശ്രൂഷയുടെ ആഴവും അർത്ഥവുമൊക്കെ എനിക്കേറെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് മാത്രമാണ് വൈദികൻ എന്ന തലത്തിൽ അഭിമാനം തോന്നുന്ന അനുഗ്രഹീതമാകുന്ന ശുശ്രൂഷ ഈ ലോകത്തിലെ നിർവഹിക്കാൻ തൻ്റെ മകനെ കർത്താവ് ഏൽപ്പിച്ച് ചുമതലയേൽപ്പിച്ചു. ആ ശുശ്രൂഷ തൻ്റെ പ്രിയ മകൻ നിർവഹിക്കുന്നു എന്നത് കണ്ട് മടങ്ങിപ്പോകാൻ സാധിക്കുകയാണ് ഒരു മാതാവിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത്. തീർച്ചയായും മക്കളിലൂടെ അനുഗ്രഹീതമാകുന്ന ശുശ്രൂഷ ഈ ഭൂമുഖത്ത് ഏതെങ്കിലും ഒരു ജാതിക്കോ ഒരു മതവിഭാഗത്തിനോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഈ പ്രദേശത്തിനാകുവാനും ഒരുപാട് വേദന അനുഭവിക്കുന്ന വെല്ലുവിളികൾ നേരിടുന്ന മാതാപിതാക്കൾക്ക് ഒരാശ്വാസമാകുവാൻ, സമാധാനമാകുവാൻ, ധൈര്യമാകുവാൻ പ്രിയപ്പെട്ട ആളുകളെയും കുടുംബത്തെയും ഇടയാകുന്നു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാളുകളൊക്കെ പ്രിയപ്പെട്ട കുടുംബത്തിലൂടെ ഡോക്ടറിലൂടെ ഗവൺമെൻറ് ലഭിച്ച വൈദ്യുതി ലഭിച്ച എല്ലാ സമയത്തും ശുശ്രൂഷകൾക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കർത്താവ് പ്രിയപ്പെട്ടുള്ള മനസ്സുകളെ ധൈര്യപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. മക്കളുടെ മുഖത്ത് കർത്താവിനോട് ചേർന്ന് പ്രിയപ്പെട്ട മാതാവിനെ കാണുവാൻ കഴിയും എന്നുള്ള ബോധ്യത്തോടെ യാത്ര ചെയ്യുവാനായിട്ട് ഇടയാകട്ടെ. മനസ്സുകളെ ബലപ്പെടുത്തട്ടെ, ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ വേദനയും ഞങ്ങൾ പങ്കുചേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗിയുടെ ശരീരാസനത്തെ പ്രതിനിധിച്ചുള്ള ആദരസീതമായ അറിയിപ്പോൾ ശരീരാസനത്തിന് വേണ്ടി വേണ്ടതിനായി മനസ്സിലേക്ക് സമർപ്പിക്കുന്നു. രോഗിയുടെ അനുശോചനത്തിന് സെക്രട്ടറി ശ്രീ സൈമൺ മാത്യൂസ് അറിയിക്കും. അതിനുശേഷം രോഗിയുടെ അറിയിപ്പ് പ്രിയപ്പെട്ട അച്ഛന്മാർ, കുടുംബത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രസന്നിധരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഇടവകയുടെ സ്ഥാപക അംഗങ്ങളിലെ ഒരാളായ പരേതനായ മാനാംകുളത്ത് എം ഒ ജോണിൻ്റെ സഹധർമ്മിണി ആണ് ഇന്ന് നമ്മെ വിട്ട്
നിത്യത്തിലേക്ക് കടന്നുപോയിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചി ഏരിയാവുന്നല്ലോ. തൻ്റെ നല്ല പ്രായത്തിൽ 33-ാം വയസ്സിൽ തൻ്റെ പ്രിയതമൻ നിത്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ 10-8 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളുമായിട്ട് പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സാധാരണ നമ്മളൊക്കെ അങ്ങനെ പറ്റുള്ളൂ. എന്നാൽ തന്നിൽ ഉള്ള അടിയുറച്ച ദൈവവിശ്വാസവും തനിക്ക് ലഭിച്ച ഉന്നതമായ വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ ആ ഒരു ബലത്തിൽ ആ 2 കുഞ്ഞുങ്ങളെയും അവരെ പഠിപ്പിച്ചു. 2 പേരും ഉന്നതമായ നിലയിൽ പഠിച്ചു ഉയർന്നു. ഇന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന 2 പ്രശസ്തരായ 2 ഡോക്ടർമാരായി തീർക്കുവാനായിട്ട് കഴിഞ്ഞത് അമ്മച്ചിയുടെ അടിയുറച്ച ആ ഒരു വിശ്വാസവും ധൈര്യവും എന്നത് മാത്രമേ. തൻ്റെ പഠനശേഷം BCM കോളേജിലും പ്രോവിഡൻസ് കോളേജിലും അധ്യാപികയായിട്ടും തുടർന്ന് MES വിമൻസ് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പലായിട്ടുള്ള സേവനം അനുഷ്ഠിച്ച പ്രിയപ്പെട്ട അമ്മച്ചി അനേക ശിഷ്യ സമിതികളുടെ ഉടമയാണ്. സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഇടവേള പ്രവർത്തനങ്ങളിലും ഒക്കെ നേരിട്ട് ഇടപെടുന്ന പ്രിയപ്പെട്ട അമ്മച്ചി കാണുന്ന സമയങ്ങളിൽ അമ്മച്ചി വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുക. ഞങ്ങൾ തമ്മിൽ അധികം ഒന്നും സംസാരിച്ചില്ല. എന്നാൽ മുടങ്ങാതെ അമ്മച്ചിക്ക് കഴിയുന്ന ആരോഗ്യം അനുവദിക്കുന്ന സമയങ്ങളിൽ എല്ലാ ആഴ്ചയിലും ഡോക്ടർ രാജി ഇല്ലെങ്കിൽ കൂടെ ഡ്രൈവറേയും കൂട്ടി എല്ലാ ആഴ്ചയിലും പള്ളിയിൽ അമ്മച്ചിയുടെ കാണുകയായിരുന്നു. ആ സമയങ്ങളിൽ വരുന്ന സമയങ്ങളിൽ എല്ലാ പ്രായമുള്ള ആളുകളുമായിട്ടും സംസാരിച്ചിട്ട് അമ്മച്ചി ഇവിടുന്ന് ഇടവയിൽ നിന്ന് പള്ളിയിൽ നിന്ന് തിരിച്ചു പോകാറുണ്ടായിരുന്നു. ആ ഒരു പാരമ്പര്യം മക്കളിലും കൊച്ചുമക്കളിലും അത് പകർന്നു നൽകുവാനായിട്ട് പ്രിയപ്പെട്ട അമ്മച്ചിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഓർക്കുമ്പോൾ അത് നന്ദിയോടെ ദൈവത്തെ സ്മരിക്കുകയാണ്. ഈ സമയത്ത് ദുഃഖത്തിലിരിക്കുന്ന മക്കൾ ഷാജി, ജയന്തി, പ്രജി, സുനിത, കൊച്ചുമക്കൾ, സഹോദര കുടുംബങ്ങൾ, ബന്ധുക്കാരുകൾ എല്ലാവരും കോഴിക്കോട് ഇടവകയിലുള്ള ദുഃഖവും അനുശോചനവും ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്ന് ദൈവതമ്പുരാൻ ഈ ദുഃഖത്തിരിക്കുന്ന കുടുംബാംഗങ്ങളെ ശക്തിയും ബലവും തന്ന് ആശ്വാസം തന്ന് സമാധാനിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇടവയുടെ പേരിലുള്ള ആദർശമായ ഇടവയുടെ പേരിലുള്ള റീത്ത് ഇപ്പോൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ കൊച്ചുമക്കളുടെ സാക്ഷ്യം കേൾക്കുവാൻ അല്പസമയം നമുക്ക് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ഷാജിദോക്ടറുടെ മക്കളുടെയും പ്രിയപ്പെട്ട റജിദോക്ടറുടെ മക്കളുടെയും സാക്ഷ്യം കേൾക്കാനുള്ള സമയമാണ്. അവരുടെ ടെസ്റ്റിമണി ഷെയർ ചെയ്യാനായിട്ട് പ്രിയപ്പെട്ട ഷാജിദോക്ടറിനെ ക്ഷണിക്കുന്ന ശേഷം മകൾ എഴുതിയ വാക്കുകൾ ഞാൻ പഠിക്കും. Remembering all those times with you, when you were always by my side. All those times when I felt that I wanted to just hide myself in you, and then you just prayed me. All those times when I thought that the world was going to fall apart, and you remind me of God's faithfulness in your life. All those times when you reminded me to draw the circle of my life with Christ in the center.
All those times I would sit next to you, then you tell me the story of the day I was born, the silliest child, and tell me how happy you were that day. All those times you take me shopping and give me the best of the store, then later hide the price tags from mommy because she would say I'm spoiled. All those times you ride here every evening, although we were miles apart, until you started to forget my phone number. You always allowed the best of me and have taught me in love to love myself. Thank you for teaching me of God's unfailing love and strength that can be made perfect in our weaknesses. Therefore, I will boast all the more gladly of my weakness, so that Christ's power may rest on me. 2 Corinthians 12, 9-10. Along with your favorite verse, so do not fear, for I am with you. Do not be dismayed, for I am your God. I will strengthen you and help you. I will uphold you with my right hand, as I have not even heard. I have always looked up to you and have been at awe with God's love for us, of how God's faithfulness has kept you strong after becoming a widow at the age of 32, and how God's love has enabled you to raise 2 little children till they are become the best doctors they are now. I wish I could tell you one more time how much I love you. Because I am not told you enough. But leave this out loud and I meet you on the other side. I know you are in a much better place now, Mommy, than what I called them, my grandma. Love me more. Everything is summarized first. So I'm going to read out the tribute by my eldest Akshay. He has in fact put it on his Facebook page. I'll try to summarize it. Sister Akshay. I was always going to say thank you for your love and encouragement and teaching me to have faith in Jesus no matter what when this day came. But alas, I want everyone to know that I'm not getting the chance to do it in person because of current circumstances. I never found the right words to encapsulate your extraordinary resilience, compassion, grace, and humility. Yet ironically, last month while I was watching the India vs England cricket series, when it suddenly hit me. I hope this tribute in the form of an analogy of battle my difficult cricket pitch does you justice. It's the best I got, even though I know you are no great fan of cricket. There was a lot of talk last month how unfit the test match pitch was. But the pitch you have to back on from the moment you reach 32 didn't play fairly. The ball was only turning square. You had been widowed, a single mom of 2 young boys, dad just 2 and dad 11. But you didn't throw away a wicket. You were resolute in your defense and faith, gave him the confidence to excel academically,
and gave them aspirations and guidance so that they would go on to become exceptional consultant doctors. You quietly and diligently accumulated your way past 50, not 50, way past 50. You gave us a bit of scare in the 60s when you had that stroke. Retired for a bit, but came back out to back again stronger than ever. You reached 75 with peace. We wanted to celebrate you with a grand party, but you reminded us you hated all of us and expelled in a country where so many had a hard time making ends meet, but begrudgingly agreed to do something scale down. Then came the ultimate slowdown in the early 80s. Dementia, memory loss, and being bedridden, you lost your independence, which I'm sure you would have hated. You needed someone to do the running between the wickets for you. At this point, we knew that every run could be a last. You struggled your way to 86 and finally got the unplayable ball. That was the classiest 86 I had ever seen, and on any other pitch, it would have been worth 186. Thanks for showing us how to bat in this toughest conditions life can throw at you, and not just survive but thrive. I'm gutted, but that I can't be there at pitch side to clap you off the field. You could have ended but tracing the magic bowler from the other side of the room while playing. I'm glad I can say I'm writing this part with tears of sorrow in my eyes, but tears of joy and immeasurable pride for the life we live. COVID can stop me from grieving the way I want, but I'll never stop celebrating your life. Right now, it's my turn to back off. I got my sights set on 87 because I want to emulate and go on better than my hero. Love you always, rest in peace, Granny. The image of Amami standing by the door to welcome us each year when we arrive will always be engraved in my mind. When the time came for us to leave, she would always ask when we are coming back. And I would always say, we'll be back very soon, never really thinking that there would be a last time. As the years went by, she became more fragile and quiet. The stories were replaced with silence and a gentle smile. That was more than enough to show how much she loved us. Amami always held my hand when I sat next to her, and it is these little things which I miss the most, even if I didn't realize it then. The last time I saw her, Dad told me to take a good look at her as it might be the last time. I wish I had the time to tell her how much she meant, and I wish she could see how much I've grown up. The thought of the room being empty breaks my heart, but the memories will be there forever. Amami, I miss you, but I know you always will be with me. എല്ലാവർക്കും ഇത് ഇവിടെ വന്ന് ഷെയർ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ ആളുകൾക്ക് ഓർമ്മകളൊക്കെ പങ്കിടുവാനുള്ള സമയം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സെവിയാ സംഘവുമായി ബന്ധപ്പെട്ടുമൊക്കെ മാതാവിൻ്റെ ശുശ്രൂഷകളെയൊക്കെ സ്മരിക്കേണ്ടതൊക്കെ വളരെ അത്യാവശ്യമാണ്. ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യത്തെ സന്ദർശന വേളയിൽ മാതാവിൻ്റെ അടുത്ത് പോയിരുന്ന അല്പനേരം വർത്തമാനം പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു കാര്യമാണ് പാട്ടിനോട് വളരെ താല്പര്യം ഉണ്ടായി. ഒരു പാട്ടിൻ്റെ തുടക്കം കേട്ടുകഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ അതൊരു നോൺ സ്റ്റോപ്പായി ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നമ്മൾ പക്ഷേ പാട്ട് നിർത്തിയാലും അമ്മ പാട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. ആ മനസ്സിൻ്റെ ഉള്ളിൽ രോഗവും പ്രയാസവും ക്ഷീണവും ഒക്കെ ഉണ്ടെങ്കിലും
ഉള്ളിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരുന്നത് ദൈവവചനവും സ്തോത്രവും സ്തുതിയും ആയിരുന്നു. ദൈവസന്നിധിയിലും അത് ഉള്ള സ്തുതിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. തുടർന്നുള്ള നാളുകളിലൊക്കെ ഇപ്പോൾ ഈ കോവിഡിൻ്റെ നാളുകളിലൊക്കെ എല്ലാവർക്കും പോയി കാണാനും സംസാരിക്കാനായിട്ടുള്ള അവസരം ലഭിക്കുന്നില്ല. എങ്കിൽ പോലും ഈ നാളുകളിലൊക്കെ ദൈവം ഇത്രത്തോളം പ്രത്യാശയും കരുതിയിട്ടുണ്ട്. സ്തുതിയും 2-3 കാരണങ്ങൾ ഇന്നത്തെ ഈ മരണത്തിന് പ്രത്യേകത നൽകുന്നതാണ്. ഒന്ന്, നമ്മുടെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അധികം ആളുകൾക്ക് ഇവിടെ വരാനായിട്ട് സാധിക്കും. ദൈവം വിഘ്നമില്ല. കോവിഡിൻ്റെ നാളുകളിൽ നമുക്ക് ദേവാലയത്തിൽ എല്ലാവർക്കും വന്ന് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇന്ന് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഗവൺമെൻറ് നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ് ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് ഇന്ന് എല്ലാവരും ദേവാലയത്തിലൂടെ പ്രവേശിച്ചിരിക്കുന്നത്. ഇതുവരെ നമുക്ക് ഒരിക്കലും ഒരിടത്ത് പോലും കേൾവിയില്ലാത്ത ഒരു സംഗതിയാണ്. കൃത്യമായി നമ്മുടെ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് പ്രിയ മാതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാൻ സാധിക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഒരു കാഴ്ച കൂടിയാണ്. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിനോടൊപ്പം തന്നെ സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ് ഈ മരണാർത്ഥം. അത് ഒരു വലിയ സ്കാനിങ്ങിലൂടെയാണ് ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് മാതാവും പ്രവേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ പ്രത്യേകത, മക്കളും കൊച്ചുമക്കളുമായി വളരെ വേർതിരിക്കാൻ സാധിക്കാത്ത പോലെ വളരെ നല്ല അടുത്ത ബന്ധം. അതുകൊണ്ടാണ് ഇപ്പോൾ വായിച്ച ഓർമ്മകളൊക്കെ വായിക്കുമ്പോൾ ഒരു അൺഫെയിലിംഗ് ലവ്, ഇത്രയും കൃത്യമായിട്ട് ഒരമ്മ വല്യമ്മയിലൂടെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചുമക്കളുടെ സാക്ഷ്യമാണ്. വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം ദൈവിക ജ്ഞാനവും കൊടുത്തു എന്നുള്ളതാണ്, ദൈവത്തിൻ്റെ സ്നേഹവും കൊടുത്തു എന്നുള്ളതാണ് ഈ അമ്മയെ ഓർമ്മിച്ചപ്പോൾ ഈ മക്കളാണ്, കൊച്ചുമക്കളാണ്. ഇത് തലമുറയുടെ സൗഭാഗ്യമാണ്. ആ വിധത്തിൽ പ്രിയ മാതാവ് വളരെ ധന്യമാണ്. ഇന്ന് ഞാൻ പറയും, ഈ കുടുംബാംഗങ്ങൾ സന്തോഷിക്കേണ്ട ദിവസമാണ്. കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ മാലാഖമാർക്കൊപ്പം സേവകരോടൊപ്പം ബന്ധിച്ചിരിക്കുന്ന മഹാഭാഗ്യത്തിൻ്റെ അവകാശിയായി മാറിയിരിക്കുന്നു എന്നുള്ള വലിയ അനുഗ്രഹത്തെയാണ് ഇന്ന് നമ്മൾ സ്വീകരിക്കുന്നത്. ഈ ഭൂമിയിലായിരുന്ന സമയത്ത് മനുഷ്യരെ സ്നേഹിക്കാനും ദൈവത്തെ ആരാധിച്ച് ജീവിക്കുവാനുള്ള മാതാവിനെ സഹായിച്ചു എന്നുള്ളത് ഈ ഓർമ്മകളിൽ പങ്കിടുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇടവകയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇടവകയിലെ ഈ വർഷത്തെ പ്ലാറ്റിനം ജൂബിലി വർഷമായിരുന്നു. ജൂബിലി വർഷമായിട്ട് സെമിത്തേരിയിൽ നിർമ്മിച്ച ചാപ്പൽ കഴിഞ്ഞ മാസം തിരുമേനി കൂദാശ ചെയ്തു. എല്ലാവരും നോക്കി ഇത് ആരാണ് ആദ്യം ഇതിനകത്തോടെ പ്രവേശിക്കുന്നത്. അതിനുള്ള ഭാഗ്യം ലഭിച്ചത് ഈ മാതാവാണ്. ഞാൻ നമ്മുടെ മദ്രാസ് എപ്പിസോഡോട് സംസാരിച്ചപ്പോൾ വളരെ ഓർമ്മയോടുകൂടെ പറഞ്ഞതാണ്, ഒരു ആദ്യകാല പ്രവർത്തകയെ തന്നെ ദൈവം ആ കൂദാശയ്ക്ക് ശേഷം അവിടെ വെച്ച് നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരുക്കി എന്നുള്ളത് വളരെ അനുഗ്രഹമായ കാര്യമാണ്. ആ വിധത്തിലൊക്കെ വളരെ ഭാഗ്യകരമായ ഒരു മരണവും വളരെ അനുഗ്രഹീതമായ ഒരു യാത്രയുമായി ഈ ശുശ്രൂഷയെ നമുക്ക് കാണാം. പ്രത്യാശയോടുകൂടെ, ധൈര്യത്തോടുകൂടെ മാതാവ് കാട്ടിൽ തന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ പിന്തുടർച്ചക്കാരായ ദൈവം സഹായിക്കട്ടെ. സഭയെ സ്നേഹിക്കുവാൻ, സഭാമക്കളെ കരുതുവാൻ, സ്നേഹിക്കുവാനൊക്കെ ഈ മാതാവ് പഠിപ്പിച്ച പാഠം വളരെ വലുതാണ്. ഒരു കാലഘട്ടത്തിലൊക്കെ ഈ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു സ്ഥാപനങ്ങൾക്ക് സ്വന്തം നിലയിൽ ആരംഭിക്കാനൊക്കെ കഴിയുക എന്ന് പറയുന്നത്, ഞാൻ പറയുന്നു, വിപ്ലവത്തിൻ്റെ ഒരു വലിയ ഒരു റെവല്യൂഷൻ ആയിരിക്കും അന്നത്തെ ഒരു സംഗതി എന്നുള്ളത്. ആ ഹൃദയത്തിൽ മനസ്സിലൊക്കെ എത്രമാത്രം ഒരു ദർശനം ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഈ മാതാവിൻ്റെ ജീവിതമാർഗത്തിൽ വളരെ ധന്യമായ ജീവിതമാണ്. അതുകൊണ്ട് ഇടവകയുടെ അനുശോചനത്തിൽ കൂടെ അറിയും. ഒപ്പം കഴിഞ്ഞ ദിവസം
മലങ്കര മാർത്തോമാ സഭയുടെ നമ്മുടെ സഭയുടെ പരമാധ്യക്ഷനായ തിരുവോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത വിളിച്ചു. പ്രിയമാതാവിന്റെ ദേഹവിയോഗത്തിലുള്ള അനുശോചനം ദേവാലയത്തിൽ വെച്ച് അറിയിക്കണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെട്ടു. സഭയോടുള്ള കടപ്പാടും സഭയോടുള്ള കരുതലും മെത്രാപ്പോലീത്തത്തിന് പ്രത്യേകമായി ഓർമ്മയിലൂടെ പറഞ്ഞു. മെത്രാപ്പോലീത്തത്തിന്റെ ആയിരുന്ന സമയങ്ങളിലൊക്കെ ആ നല്ല ഓർമ്മകളൊക്കെ പങ്കിടാനായി കുടുംബത്തെ നേരിട്ട് വിളിച്ചു. മാർത്തോമാ മെത്രാപ്പോലീത്തയുടെ പേരിലുള്ള അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം ഭദ്രാസന ഭദ്രാസനത്തിലുള്ള അനുശോചനവും ഈ സമയത്ത് അറിയിക്കുന്നു. ഡോക്ടർമാർക്കുള്ള അടുത്ത ബന്ധം പ്രത്യേകിച്ച് ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദിയോടെ സ്മരിക്കുന്നു. തുടർന്ന് നമുക്ക് ദേവാലയത്തെക്കുറിച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയും അതിനുശേഷം ഈ കാണുന്ന ആളുകൾക്ക് മുന്നിൽ കാണുകയും